ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂവപ്പൊടി ഉണ്ടെങ്കിൽ ഈ ഒരു ചൂടുകാലത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള 3 തരം ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. ഈ ഒരു സമയത്ത് കൂവപ്പൊടി ഡ്രിങ്കൊക്കെ കുടിക്കുന്നത് ഏറ്റവും നല്ല കേട്ടോ, ശരീരം തണുപ്പിക്കാനൊക്കെ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യം തന്നെ ഞാനിവിടെ ഒരു ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം കൂവപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കടകളിൽ നിന്ന് വാങ്ങുന്ന പൊടിനേക്കാളും ഏറ്റവും നല്ലത് നമ്മൾ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അത് കുറച്ചും കൂടി നല്ല ഫ്രഷ് ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഞാനിതാ 1.5 ടേബിൾ സ്പൂണോളം കൂവപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഇത് മിക്സായിട്ട് കിട്ടും. ഇപ്പോൾ അത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് കുറുക്കിയെടുക്കണമെന്ന് വെച്ചെങ്കിൽ ആ ഒരു പാത്രം എടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് ഇതിലേക്ക് ഒരു 3/4 കപ്പോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി അതല്ല, വെള്ളം നല്ലപോലെ തിളപ്പിച്ചിട്ട് അതിലേക്ക് വേണമെങ്കിലും ഇതുപോലെ കൂവപ്പൊടിയും കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ വെള്ളവും പൊടിയും എല്ലാം കൂടി ഒന്നിച്ചാണ് ഇത് കുറുക്കിയെടുക്കുന്നത്. ഇപ്പോൾ അതാ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ കൂവപ്പൊടിയൊക്കെ കുറുക്കിയെടുക്കുന്ന സമയത്ത് സ്റ്റീലിൻ്റെ പാത്രം എടുക്കാൻ കേട്ടോ, അത് ഏറ്റവും നല്ലത്. ഇപ്പോൾ അതാ ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഏകദേശം 1 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് നല്ലപോലെ ചൂടായിട്ട് വരും. അപ്പോൾ ഈ ഒരു കൂവപ്പൊടിയുടെ ഈ ഒരു മിക്സ് ചെറിയ രീതിയിൽ ചൂടായിട്ട് വരുമ്പോൾ തന്നെ ചെറുതായിട്ടൊന്നും ഇങ്ങനെ തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം കുറച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് തിക്കായിട്ട് കിട്ടും, കൂവപ്പൊടി ഒന്നും കുക്കായിട്ട് കിട്ടൂല. ഇപ്പോൾ അതാ ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ രീതിയിൽ ഇങ്ങനെ ഒന്ന് കുറുകി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കുക, പെട്ടെന്ന് തന്നെ അടി പിടിക്കും. അപ്പോൾ ഈ ഒരു കൂവപ്പൊടി കുക്കായിട്ട് വരുമ്പോൾ, അതായത് ചെറുതായിട്ട് തന്നെ അങ്ങനെ കുറുകി വരുന്ന സമയത്ത് ഇതിൻ്റെ കളറൊന്ന് മാറിക്കിട്ടും കേട്ടോ. നമ്മൾ നല്ല തിളച്ചതിൻ്റെ ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 2 മിനിറ്റ് നേരം ഇളക്കി കൊടുക്കണം. എന്നാലേ അത്യാവശ്യം നല്ല രീതിയിൽ ഇതൊന്ന് കുക്കായിട്ട് കിട്ടുള്ളൂ. ചില ആളുകളൊക്കെ തിളച്ച ശേഷം തന്നെ ഓഫാക്കി വെക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. തിളച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് നേരെങ്കിലും വെക്കണം കേട്ടോ. അപ്പോഴേ നല്ല രീതിയിലൊന്ന് കുക്കായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ അതാ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇതിപ്പോൾ അത്യാവശ്യം ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് വരുമ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ ഇത് തിളച്ച് തുടങ്ങിയിട്ട് വീണ്ടും ഞാൻ 2 മിനിറ്റ് നേരം കൂടി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഒരു കൂവപ്പൊടി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഏകദേശം വലിയ ഗ്ലാസ്സിന് ഒരു 3 ഗ്ലാസ്സോളം ഡ്രിങ്ക് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള കൂവപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരുപാട് വേണമെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു 1.5 ടീസ്പൂണോളം കസ്കസ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ഒരു കൂവപ്പൊടിയുടെ മിക്സൊക്കെ നല്ല രീതിയിൽ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രിങ്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഡ്രിങ്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഒരു തവി കൂവപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് കുറച്ച് വലിയൊരു തവിയാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു തവി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ 3 രീതിയിൽ കാണിക്കുന്നതും സിമ്പിളായിട്ടാണ് കേട്ടോ. ഇതിലേക്ക് ഒരു 5 കശുവണ്ടി ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സാണോ അത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എത്രത്തോളം മധുരം വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈത്തപ്പഴമോ അല്ലെങ്കിൽ ഹണിയോ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരുപാട് പാൽ ഒഴിച്ചു കൊടുക്കണ്ട, ഇത് അരച്ചെടുക്കാൻ പാകത്തിനുള്ള പാല് മാത്രം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1 ലിറ്റർ പാല് നല്ലപോലെ തിളപ്പിച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുത്തതാണ്. ഇപ്പോൾ ഇതാ ഒരു 1/4 കപ്പോളം പാലാട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നല്ല രീതിയിൽ ഇതാ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 ഗ്ലാസ്സിനാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ അതാ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഏലക്കൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കസ്കസ് 2-3 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ തയ്യാറാക്കിയ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. കൂവപ്പൊടിയുടെ ആ ഒരു ചുവയൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നല്ലൊരു ഡ്രിങ്കാണ്, ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത് നമുക്ക് തയ്യാറാക്കി നോക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നേരത്തെ നമ്മൾ ഒഴിച്ചു കൊടുത്ത അതേ തവിക്ക് തന്നെ ഒരു തവി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പഴമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതായത് നേന്ത്രപ്പഴമാണ്. വലിയ നേന്ത്രപ്പഴക്കാണെങ്കിൽ അതിൻ്റെ ഒരു 1/4 ഭാഗം ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങളുടെ കയ്യിൽ ചെറുപഴമാണെങ്കിൽ അതാണെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മധുരത്തിന് നിങ്ങൾക്ക് പഞ്ചസാര വേണ്ട, ഈത്തപ്പഴം ഹണിയൊക്കെ ചേർത്ത് കൊടുക്കണമെങ്കിൽ ഞാൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വനില എസൻസ് ആണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 2-3 ഡ്രോപ്പ് മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ആവശ്യത്തിന് പാലും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കുക. അതായത് ഈ ഒരു പഴമൊക്കെ നല്ല രീതിയിലൊന്ന് അരഞ്ഞ് കിട്ടണം. ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് വരെ ഇഷ്ടപ്പെടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ പല ഫ്ലേവറിൽ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. ഇപ്പോൾ ആ പഴം ചേർത്തിട്ട് നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പാലൊഴിച്ചിട്ട് നമുക്ക് എത്ര വേണ്ടിച്ചെങ്കിൽ അതനുസരിച്ച് പാലൊഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ അതാ നമ്മൾ പഴം ചേർത്തിട്ട് അടിച്ചെടുത്തിട്ടുള്ളത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് തിക്കായിട്ടൊന്നുമില്ല കേട്ടോ ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ നേന്ത്രപ്പഴം ചേർത്തിട്ടുള്ള കൂവപ്പൊടി ഡ്രിങ്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതും സിമ്പിളായിട്ട് തന്നെയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ട ട്രൈ ചെയ്ത് നോക്കാം. ഇതിലേക്കും കുറച്ച് കസകസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ അത്യാവശ്യം നല്ല തണുപ്പിച്ച പാലിലാണ് കേട്ടോ ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇനി തണുപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിങ്ങനെ തന്നെ കുടിക്കാം. ഇപ്പോൾ നമ്മൾ 2 തരത്തിൽ ഡ്രിങ്ക് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. രണ്ടും വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് മൂന്നാമത്തേത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നേരത്തെ എടുത്ത പോലെ തന്നെ ഒരു തവി കൂവപ്പൊടി കുറുക്കിയത് ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കക്കരിക്കയാണ് കേട്ടോ, അതായത് കുക്കുംബർ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഡ്രിങ്ക് തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഹെൽത്തിയും കൂടെയാണ്. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു പീസ് മാത്രം അതിൻ്റെ ആ ഒരു തൊലിയൊക്കെ കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് പാലൊഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക. കുക്കുംബറൊക്കെ പാലൊഴിച്ചിട്ട് ജ്യൂസ് അടിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് കൂവയും കൂടെ ചേർത്ത് കൊടുത്തപ്പോൾ കുറച്ചും കൂടെ ഹെൽത്തിയാണ്. ഇപ്പോൾ അതാ നല്ലപോലെ ഒന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി പാലും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കുക്കുംബറിൻ്റെ ചെറിയ ചെറിയ പീസുകളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടി ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഏലക്കായോ അല്ലെങ്കിൽ വനില എസൻസോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാനിവിടെ 2-3 ഡ്രോപ്പ് സ്ട്രോബെറിയുടെ ആ ഒരു എസൻസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് ഹെൽത്തി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഏലക്ക ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതാകുമ്പോൾ കളറിനൊരു ചേഞ്ച് വരും. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എല്ലാം ഓരോ ഗ്ലാസ്സാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത്. അത്യാവശ്യം വലിയ ഗ്ലാസ്സാണ് കേട്ടോ. അപ്പോൾ അതിന് ഓരോ ഗ്ലാസ്സാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂവപ്പൊടിയൊക്കെ എടുക്കുക. പിന്നെ അതുപോലെ തന്നെ പാലൊക്കെ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതിൽ ഞാൻ കുറച്ച് കസകസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 3 രീതിയിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളതും എല്ലാവർക്കും ഒരേപോലെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ ഇതേ രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും തയ്യാറാക്കി നോക്കാം കേട്ടോ. കൂവപ്പൊടി കഴിക്കാത്തവർ പോലും ഇതുപോലെ തയ്യാറാക്കിയാൽ കഴിക്കും. ഈ ഒരു ചൂടുകാലത്ത് നമുക്ക് ഒരുപാട് ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കാണ്. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.